നീ അഭിനയം ഇല്ലെങ്കിൽ തന്നെ ഞാൻ വല്ല ഡ്രസ് മെറ്റീരിയൽ എടുത്തോ ടെക്സ്റ്റൈൽ തുടങ്ങിയോ അല്ലെങ്കിൽ ഒരു ചായ ഷോപ്പ് തുടങ്ങിയോ ഞാൻ ജീവിക്കും. അങ്ങനെയുള്ളപ്പോൾ രാഷ്ട്രീയത്തിലോട്ടുള്ളൊരു പോക്ക് എങ്ങനെയായിരുന്നു? രാഷ്ട്രീയത്തിലോട്ട് ഞാൻ അങ്ങനെ വലുതായിട്ട് എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട് പോയ ആളൊന്നുമല്ല ഞാൻ. എന്നെ എല്ലാവരും നിർബന്ധിച്ചു. ഞാനൊരു നല്ലൊരു നായരാണ്. അപ്പം നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നായന്മാരൊരു പാർട്ടി വന്നു, എന്നോട് നിൽക്കാൻ പറഞ്ഞു. ശരി ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതിനകത്ത് ഞാൻ ജയിക്കും എന്ന് പറഞ്ഞു പോയ ആളൊന്നുമല്ല ഞാൻ. എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ജയിക്കൂല എന്നുള്ളത്. പറയുന്നത് കൊണ്ട് ഹോട്ട് സീറ്റ് ആണെങ്കിലും ധൈര്യമായിട്ട് ചോദിച്ചോ, ബുദ്ധിമുട്ടുണ്ടാവരുത്. എല്ലാ പ്രേക്ഷകരെടുത്തായിട്ടാണ് നമ്മള് നായർ അങ്ങനെ പറയേണ്ട ആവശ്യം. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. മനുഷ്യനായതുകൊണ്ടല്ല. ആ പാർട്ടി ഈ നായന്മാരുടെ പാർട്ടിയാണ്. പിന്നെ ഞാൻ നായരെന്നല്ലാണ്ട് പിന്നെ വേറെ ജാതി പറയാൻ പറ്റുമോ? നീ പറ. മന്നത്ത് പത്മനാഭൻ്റെ ഒരു പാർട്ടിയാണ്, അത് നായന്മാരുടെ പാർട്ടിയല്ലേ. പിന്നെ അതിന് ഞാൻ വേറെ പേരിട്ട് വിളിക്കാൻ പറ്റുമോ? സത്യത്തിൽ ചേച്ചി ഈ രാഷ്ട്രീയം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും ഉദ്ദേശമില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് മനസ്സിലൊരു ഉദ്ദേശം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആ ഇലക്ഷൻ വന്നപ്പോൾ എനിക്കൊരു ഉദ്ദേശമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഞാനൊരു ഫ്ലാറ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് 10 വർഷം ഇരുന്ന ആളാണ്. കുറേ നല്ല കാര്യങ്ങൾ ഞാൻ അവർക്കൊക്കെ വേണ്ടി ചെയ്യും. ഇനി സെക്രട്ടറി എന്നല്ല, ഒരാൾ പുറത്തുള്ള ഒരാളാണെങ്കിലും സഹായിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക, മനസ്സിൻ്റെ ഏറ്റവും സന്തോഷമാണ് എനിക്ക്. ഒരാളിപ്പോൾ നീ നാളെ വിളിച്ചു ചേച്ചി ഞാൻ ഇന്ന സ്ഥലത്ത് നിൽക്കണേ ചേച്ചി എനിക്കൊരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നിന്നെ സഹായിക്കും.